അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥാനത്ത് തുടരുന്നത് കളങ്കിതനായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പുതിയ ഉദ്യോഗസ്ഥൻ ചുമതല ഏൽക്കുന്നതുവരെ ദേവസ്വം കമ്മീഷണറുടെ ചാർജ് വഹിക്കുന്നതും ഇതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നുള്ളതാണ് ദുര്യോഗം. നമുക്ക് പ്രജിത് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ക്രിമിനൽ നടപടിക്ക് ദേവസ്വം വിജിലൻസ് തന്നെ ശുപാർശ ചെയ്തയാൾ പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായി തുടരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ജനൻ TV പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കളങ്കിതരായ വ്യക്തികൾ ദേവസ്വം തലപ്പത്ത് തുടരുന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. നിലവിൽ ദേവസ്വം കമ്മീഷണറുടെ ചാർജ് വഹിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി കമ്മീഷണറായ VS രാജേന്ദ്ര പ്രസാദും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം നേരിടുന്നയാളാണ്. ശബരിമല അന്നദാന മെസ് കേസിലാണ് രാജേന്ദ്ര പ്രസാദിനെതിരെ അന്വേഷണം നടക്കുന്നത്. കൊല്ലം സ്വദേശിയായ കരാറുകാരന് വ്യാജ ചെക്ക് നൽകി പണം തട്ടിച്ചെന്നായിരുന്നു ആരോപണം. മുൻകൂർ ജാമ്യം സ്വന്തമാക്കി അറസ്റ്റിൽ നിന്നും തടിതപ്പിയ ഉദ്യോഗസ്ഥനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ തലപ്പത്തെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഇതിനിടയിൽ ദേവസ്വം കമ്മീഷണറുടെ താൽക്കാലിക ചുമതലയും നൽകി. ദേവസ്വത്തിലെ പ്രധാന ചുമതലകളിൽ കളങ്കിതരെ നിയോഗിക്കരുതെന്ന ചട്ടവും നിയമനത്തിന് മുൻപ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് തരണമെന്ന ചട്ടവും രാജേന്ദ്ര പ്രസാദിന് ദേവസ്വം കമ്മീഷണറുടെ ചുമതല നൽകിയപ്പോഴും പരിഗണിക്കപ്പെട്ടില്ല. പുതിയ കമ്മീഷണർ അധികാരമേറ്റെടുക്കുമ്പോൾ ചുമതല മാറുമെങ്കിലും ഇതേ ഉദ്യോഗസ്ഥൻ തന്നെ അഡ്മിനിസ്ട്രേഷൻ തലപ്പത്ത് തുടരുമെന്നതും സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ജനം, തിരുവനന്തപുരം.